ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. ഉപ്പും മുളക് ആയിക്കോട്ടെ, ചട്നിയും സാമ്പാറും ആയിക്കോട്ടെ, ഇഡ്ഡലിയും ദോശയും ആയിക്കോട്ടെ, ചോറും കഞ്ഞി ആയിക്കോട്ടെ, ഇപ്പോൾ ഉപ്പും മുളകിലെ ലൈറ്റോ ബൾബോ എ സിയോ റിമോട്ടോ മിക്സിയോ ഫ്രിഡ്ജോ എന്തോ ആയിക്കോട്ടെ, ഏത് കുടുംബത്തിലെ ആണെങ്കിലും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്ത് തരത്തിലുള്ള വിഷയങ്ങളോ ആയിക്കോട്ടെ, അത് അവർ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ യൂട്യൂബ് തുറക്കുമ്പോൾ ബ്രൗസ് ഫീച്ചറിലെ ആളുകളുടെ വരുമല്ലോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു റൈറ്റ്സ് നമുക്കുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആക്ച്വലി ഉണ്ട്. താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വേറെ എന്തോരം കണ്ടൻസ് ആക്ച്വലി ഉണ്ട് അല്ലേ? അപ്പോൾ ആ താല്പര്യമുള്ള കണ്ടൻസ് കണ്ടാൽ പോരെ, ഇത് ക്ലിക്ക് ചെയ്ത് കാണണം. പക്ഷേ എവിടെ ചില ആളുകൾ കുടുംബ പ്രശ്നം കാണുമ്പോൾ ക്ലിക്ക് ചെയ്ത് കാണും. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഫാമിലി വ്ളോഗൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട്, പക്ഷേ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഒരു പ്രശ്നം, അതൊക്കെ ഓരോരുത്തരും സ്വാതന്ത്ര്യമല്ലേ, കാണാം. പക്ഷേ ചിലരത് ക്ലിക്ക് ചെയ്യും, കാണും, എന്നിട്ട് അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യും. എന്ത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് പറയണത്? എന്ത് പരിപാടി അത്? അങ്ങൾ ചോദിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് പറയണമെന്നൊക്കെയുള്ള രീതിയിൽ അവരെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? അത് ശരിയല്ലല്ലോ. നിങ്ങൾ പറ, അത് ശരിയല്ലോ. ഞാൻ ഫാക്റ്റ് അല്ലേ പറയണത്, റിയാലിറ്റി അല്ലേ പറയണത്. അത് ശരിയല്ലല്ലോ. അവരെന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോട്ടെ. അവരുടെ കുടുംബമായിരുന്നു നല്ല രീതിയിൽ വിട്ടിട്ട് അവനവൻ്റെ പരിപാടി നോക്കിയിട്ട് പോണതിന് പകരം അവിടെ പോയി ക്ലിക്കും ചെയ്ത് കാണും ചെയ്തിട്ട് അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കുടുംബ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലീനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ തോന്നുമായിരിക്കും. സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നല്ല. എന്തിനു സപ്പോർട്ട് ചെയ്യണം? ഞാൻ അവരുടെ വീഡിയോയും കാണാറില്ല. എനിക്ക് ഈ ഫാമിലി വ്ളോഗും താല്പര്യമില്ല, ഉപ്പും മുളകിനെയും താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. എൻ്റെ റൂട്ടേ വേറെയാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഫാക്റ്റ് അല്ലേ? ഇപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഈ അടുത്ത കാലത്തായിട്ട് ഉള്ള ചില കണ്ടന്റുകൾ 30,000, 40,000, 60,000, 50,000 ആ റേഞ്ചിലാണ് വ്യൂവർഷിപ്പ് വരുന്നത്. പക്ഷേ ഇപ്പം എന്തോ ഈ അടുത്ത് എന്തോ ഒരു കുടുംബത്തിൽ എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. എന്താവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെന്ന് പറയാം വിഷയം. ഇപ്പോൾ കണ്ടന്റൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എന്താ വിഷയം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും കുത്തിരുന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വയ്യ. പക്ഷേ ഈ കണ്ടന്റ് ഇപ്പം നമുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് നോക്കിയപ്പോൾ അവരുടെ ആ പർട്ടിക്കുലർ കണ്ടന്റ് 4 ലക്ഷം വ്യൂ ഉണ്ടോ? 4 ലക്ഷം വ്യൂ. അത് എവിടുന്ന് വന്നു 4 ലക്ഷം? ആളുകളിത് എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടോണ്ടല്ലേ ഇത്രയും വ്യൂവർഷിപ്പ് വന്നു. 4 ലക്ഷത്തി ചില്ലറ. മറ്റുള്ള അവർ ചെയ്യുന്ന വീഡിയോസിന് 10,000, 30,000, 40,000, 60,000 വ്യൂ അല്ലേ ആക്ച്വലി ഉള്ളൂ. അപ്പോൾ ആളുകൾക്ക് എന്താണ്, പ്രശ്നമല്ലാത്ത വീഡിയോസ് കാണാൻ താല്പര്യമില്ലേ? എന്തെങ്കിലും വിഷയമുള്ള വീഡിയോസ് ആണോ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ അതാണോ കൂടുതൽ താല്പര്യം? അപ്പോൾ ഈ ആരാൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റിയും താല്പര്യവും ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് കാണിച്ചു തരുന്നത്. അതിലിപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ പറയണം നിർബന്ധമില്ല ആൾക്കാർക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അവനവൻ്റെ കുടുംബകാര്യം പബ്ലിക്കിൽ വരണമുണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് ആരാൻ്റെ ആയാൽ മതി, അത് അറിഞ്ഞാൽ മതി. അപ്പം ക്ലിക്ക് ചെയ്ത് കണ്ടോളും. ഞാൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് പൊതുവേ ഈ അവനവൻ്റെ പ്രശ്നം നാട്ടുകാരെ അറിയിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിലെ എന്ത് കാര്യമാണെങ്കിലും നാട്ടുകാരെ അറിയിക്കുന്ന പരിപാടിയോട് എനിക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് താല്പര്യമില്ല. പിന്നെ ഞാൻ മുമ്പൊക്കെ ഈ പറഞ്ഞ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെന്നെ, അല്ലെങ്കിൽ ഇവരെന്നൊക്കെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിട്ടിസൈസ് സംസാരിക്കുന്ന നമുക്ക് നമ്മുടേതായ ഒരു വിലയിലിടും. ഇപ്പോൾ ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട് ഒരേ ടീമുകളെ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു തവണ പറയുക, 2 തവണ പറയുക,
അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് ചെയ്ത് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് അവരുടെ വഴിക്ക് വിടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്ത് മടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാത്തത്. പക്ഷെ ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണ്, അത് കാണുന്ന ആൾക്കാരെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇത്രയും ആൾക്കാർ പോയിരുന്ന് കാണുന്നതുകൊണ്ട് അതൊരു കൈൻഡ് ഓഫ് അവരെ കൂടുതൽ പറയാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിന്? ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ പ്രേക്ഷകരെ പുച്ഛിക്കുകയല്ല, അല്ലെങ്കിൽ പ്രേക്ഷകരോട് ഒരു ഡിസ്റെസ്പെക്റ്റും എനിക്കില്ല. ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, പ്രേക്ഷകരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, പ്രേക്ഷകരുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് പോയി കാണുന്നതും, നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. എല്ലാവരും എല്ലായിട്ടോ പറയുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട് കാണാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയുന്നതിന് പകരം ക്ലിക്ക് ചെയ്ത് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ല, ഇതൊക്കെ എന്തിനാ ഞങ്ങൾ എടുത്ത് പറയണം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് കമന്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളും ആക്ച്വലി ഉണ്ട്. അവർക്ക് മാത്രം കൊണ്ടാ മതി. എന്തിന്? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ നിലപാടില്ല. നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുകയും ചെയ്യും, നിങ്ങൾ തന്നെ പോയി കാണുകയും ചെയ്യും. അത് ഇവരുടെ കേസിൽ മാത്രമല്ല പറയുന്നത്. ഇപ്പൊ എൻ്റെ വീടിന്റെ താഴെയാണെങ്കിലും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോന്റെ താഴെയാണെങ്കിലും ചില ആൾക്കാർ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടോ, വേറെ പോയി ജോലി എടുത്ത് ജീവിച്ചു വിടറോ, വേറെ വല്ല കണ്ടന്റ് ചെയ്തു വിടറോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറി വരും. എന്നാ ഇവർക്ക് കയറി വരാതിരുന്നൂടെ? കയറി വരുകയും ചെയ്യും, ഇത് പറയും വേണമെന്ന് പറയുന്നത് എന്ത് തൊലിഞ്ഞ പരിപാടിയാ ഇത്? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കണ്ടവന്റെ വീട്ടിൽ കയറി പോയിട്ട് എന്താണ് അവിടെ ഇരിക്കണ ഊണെടുത്ത് കഴിച്ചിട്ട്, അതായത് ക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, അവർ കണ്ടവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കണ മറ്റേ ഡൈനിങ് റൂമിൽ ഇരിക്കണ ഊണും എടുത്ത് കഴിച്ചിട്ട് ഏമ്പക്കവും വിട്ട് കഴിഞ്ഞിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലടാ, അല്ലെങ്കിൽ നിനക്കൊന്നും ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലടാ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കാണേണ്ട ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീയാ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടന്റ് വേണമെങ്കിലും കാണാം, ഏത് കണ്ടന്റ് വേണമെങ്കിലും കാണാതിരിക്കാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, വേറെ വല്ല പരിപാടി നോക്കി പോവുക എന്നുള്ളത് പ്രേക്ഷകനോടാണ്, അത്തരത്തിലുള്ള പ്രേക്ഷകനോടാണ് ആക്ച്വലി പറയേണ്ടത്. അല്ലാണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ കുടുംബകാര്യം പബ്ലിക്കിലേക്ക് വിടാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് ഇന്നും നേരം തുടങ്ങിയതല്ല, മുമ്പ് തൊട്ടേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉപ്പും മുളകും ലൈറ്റിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവേ പറയുകയാണ്. മനസ്സിലായോ? പൊതുവേ പറയണം. ഒരുപാട് ഫാമിലി വ്ളോഗുകൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നമ്മുടെ കൺട്രോളിൽ ഇരിക്കുന്ന കാര്യമല്ല. അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമിനെ വാല്യൂ കീപ്പ് ചെയ്യണം, വാല്യൂ കാണിക്കണം. നമുക്കത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ആക്ച്വലി ചെയ്യാനുള്ളത്. കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരിക്കലും നിങ്ങൾ അവരെ കാണരുതെന്ന് പറയാൻ ഞാനാളല്ല. നിങ്ങൾക്കത് കാണണം എന്ന് എൻജോയ് ചെയ്യണം, അതിന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണ്. നിങ്ങൾ ഏത് ഫാമിലി വ്ളോഗ് വേണമെങ്കിലും പോയി കാണ്. പക്ഷെ താല്പര്യമില്ലെങ്കിൽ പോയി നാളില്ലാണ്ട് ക്ലിക്കും ചെയ്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. എടോ, ഇപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും നിങ്ങൾ അവരെ വെച്ചിട്ടല്ലേ കണ്ടന്റ് ചെയ്യണമെന്ന്. ശരിയാണ്, അവരെ വെച്ചിട്ട് തന്നെയാണ് കണ്ടന്റ് ചെയ്യുന്നത്. പക്ഷെ കണ്ടന്റാണ് ചെയ്യുന്നത്. ഒരിക്കലും അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുക, അല്ലെങ്കിൽ ആര് ശരി ആര് തെറ്റ്, അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാനോ മലത്തിയടിക്കാനോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ കണ്ടന്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അല്ലാണ്ട് അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ പ്രേക്ഷകരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ വലിയ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ അവരുടെ ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്, കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു. അത് അറ്റ്ലീസ്റ്റ് ആ ചെയ്യുന്ന ആൾക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ ആരും ഈ പറഞ്ഞ വ്ളോഗൊന്നും കാണുന്ന എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. മനസ്സിലായ? അപ്പോൾ ഈ ഇവരുടെയൊക്കെ വ്ളോഗ് കണ്ടിട്ട് അവരുടെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണില്ലേ, അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കമന്റ് ബോക്സിൽ പോയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ല. അവരവരുടെ സമയം വേസ്റ്റ് ആക്കുകയാണ്. ശരിക്കും നിങ്ങൾ അവരോട്, ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരോട്, ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരോട് ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് സ്വയം വിഡ്ഢിയാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവരിതൊക്കെ നിങ്ങളോട് പറയുന്നത്
എന്താ പറയുക, ഓഫ് കോഴ്സ് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റും പരിപാടികളൊക്കെ അവർക്ക് ആക്ച്വലി ഉണ്ട്, ലാഭമുണ്ട്, അവർക്ക് ലാഭമുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെ എന്തിനാ ഞങ്ങൾ എടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് അവരെ പുച്ഛിച്ച് തള്ളിയിട്ട് ചിരിച്ചിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കനാവില്ല. നിങ്ങളും കൂടിയും കാരണമാവുകയാണ് അവർക്ക് പൈസ ഉണ്ടാവാൻ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. നിങ്ങളാണ് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്, നിങ്ങളാണ് എൻകറേജ് ചെയ്യുന്നത് കൂടുതൽ. വീണ്ടും പറയുന്നു, 4 ലക്ഷത്തിൽ ചില്ലറ വ്യൂസ് എന്തോ അവർക്ക് ആ പർട്ടിക്കുലർ വീഡിയോന് എന്തോ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള പല വീഡിയോസിനും 60,000, 30,000, 40,000 റേഞ്ചിലാണ് ആക്ച്വലി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പീപ്പിൾ ആർ മോർ ക്യൂരിയസ് ആൻഡ് പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് എന്താ പറയുക, ഫാമിലി ഇഷ്യൂസ്. അവനവൻ്റെ അല്ല, അവനവൻ്റെ ആരാൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. സത്യമല്ലേ പറഞ്ഞത്? തെറ്റുണ്ടോ? അപ്പോൾ ശരിയെന്നാ ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാൻ ആക്ച്വലി ഇല്ല. എന്നാലും ഒരു കാര്യം കൂടി പറയാം. ഉപ്പുമുളകിൻ ലൈഫ് ഫാമിലി ആണെങ്കിലും ഏത് കുടുംബ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയണത് മാത്രം. നാട്ടുകാരെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ, അറ്റ്ലീസ്റ്റ് മാക്സിമം ശ്രമിക്കൂ. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിപ്പിക്കാനാണ് പ്രേക്ഷകരെ ശ്രമിക്കേണ്ടത് ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നിങ്ങൾക്കത് ഓക്കെയാണ്, കുഴപ്പമില്ല, ആൾക്കാർ പറഞ്ഞോട്ടെ, ആൾക്കാർ ചീത്ത വിളിച്ചോട്ടെ, തെറി വിളിച്ചോട്ടെ, പുച്ഛിച്ചോട്ടെ, കുടുംബത്തിൽ കയറി നിരങ്ങിക്കോട്ടെ എന്നുള്ളൊരു അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം, എനിക്ക് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് പറയുന്നത് മാത്രം. പിന്നെ നമ്മൾ ഈ ഫാമിലിയിലുള്ള ഒരു പ്രോബ്ലം പറയരുതെന്നല്ല. ഇപ്പം ചില ആൾക്കാർക്ക് കുടുംബത്തിൽ ഭീകരമായ പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും, ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പം അത്തരത്തിലൊക്കെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം വേറെ നിവൃത്തിയില്ലാതെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതല്ലാതെ കുടുംബത്തിലുള്ള A to Z കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിച്ച് പബ്ലിക്കിനെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കുന്ന പരിപാടിയോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ഈ ഒരു കണ്ടന്റിൽ ഇത് പറയുന്നു എന്ന് മാത്രം, ലൈക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയണു, ഞാൻ ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ ഉപ്പുമുളകിൻ ലൈറ്റ് ഫാമിലിയെ ഭയങ്കരമായിട്ട് കീറി മുറിക്കാം, ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഉപ്പുമുളകിൻ ലൈറ്റ് ഫാമിലിനെ എന്നല്ല ഞാൻ പറയുന്നത്, എന്താണ് എനിക്ക് വിഷയം അറിയാത്തത് വലിയ തലവേദനയാണല്ലോ. വിഷയം അറിയില്ലടോ പുല്ല്, എന്തോ വിഷയമുണ്ട്, അതൊക്കെയാണ് കുഴപ്പം. വീഡിയോ കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും സീക്രട്ട് ഏജൻറ്റും ചിലർ പറയും, ഈ ഫാമിലി വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ടന്റ് ചെയ്യുമ്പോൾ പല കൂട്ടുകാരുടെ അടുത്ത് പറയലുണ്ട്, നീ വിഷയം അറിഞ്ഞിട്ട് സംസാരിക്കില്ലെങ്കിൽ വള്ളിയാവുമെന്ന്. ഇപ്പം തോന്നുന്നു വിഷയം അറിയാതെ സംസാരിക്കുന്നതുകൊണ്ടാണോ വള്ളിയായോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ആക്ച്വലി പറയുന്നത്. ഞാൻ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കും, വിഷയം അറിയാൻ വേണ്ടിയിട്ടല്ല, എന്തോ വിഷയമുണ്ടെന്നുള്ളത് അറിയാമല്ലോ, പക്ഷെ ആ വിഷയത്തെ ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി നോക്കും. അല്ലാതെ കാണാൻ ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. ഫാമിലി വ്ളോഗിൻ്റെ കേസ് കേട്ടോ, മറ്റുള്ള വിഷയങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. ഫാമിലി വ്ളോഗിൻ്റെ കേസിൽ നമുക്ക് അവരുടെ കുടുംബകാര്യമാണ് അവർ പറയുന്നത്, പ്രശ്നമായിട്ടും ഒക്കെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാനത് കാണാത്തത്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് ഏകദേശമൊക്കെ ഒരു ധാരണ കിട്ടും എന്താണെന്നുള്ളത്. അത് മതി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൂടുതലങ്ങ് പോയാൽ പിന്നെ അത് ശരിയാവില്ല, അലമ്പാണ്. അപ്പോൾ ശരിയെന്നാണ്.